ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ ഭാസി. താഴെ പറയുന്നവയിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം മുല്ലപ്പൂവ്. നാളെ അവധിയാണോ? ഏതുതരം വാക്യത്തിന് ഉദാഹരണമാണ് അനുയോഗിക വാക്യം? താഴെ പറയുന്നവയിൽ സർവനാമത്തിന് ഉദാഹരണം ഏത്? അവൻ. നന്നായി പഠിച്ചാൽ പരീക്ഷ ജയിക്കാം. പ്രസ്തുത വാക്യം ഏതുതരം വിനയച്ചത്തിന് ഉദാഹരണമാണ്? പാക്ഷിക വിനയച്ചം. ഭംഗിയുള്ള പൂവ് ഏതുതരം ഭേദകത്തിന് ഉദാഹരണമാണ്? വിഭാവകം. അമ്മയോട് കാര്യം പറയണം. അടിവരയിട്ട പദം ഏതുതരം വിഭക്തിക്ക് ഉദാഹരണമാണ്? സംയോജിക. ഊഞ്ഞാലിൽ എന്ന കവിത എഴുതിയത് ആരാണ്? വൈലോപ്പിള്ളി. താഴെ പറയുന്നവയിൽ നിയോജക പ്രകാരത്തിന് ഉദാഹരണമേത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാജൻ മകനോട് ദേഷ്യപ്പെട്ടു. അടിവരയിട്ട പദം ഏതുതരം കാരകത്തിന് ഉദാഹരണമാണ്? സാക്ഷികാരകം. ചിഹ്നം തിരിച്ചറിയുക. രോദിനി. കണ്ണീർ എന്ന പദം ഏതുതരം സന്ധിക്ക് ഉദാഹരണമാണ്? ആദേശസന്ധി. ദിവ്യശക്തി. സമാസം ഏത്? കർമ്മധാരയൻ. ഒറ്റപ്പദം ഏതാണ്? വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ്, ദീർഘദർശിത്വം. അച്ചം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അനച്ചം. താഴെ പറയുന്നവയിൽ ആന എന്ന് അർത്ഥം വരുന്ന പദമേത്? സിവരം. ആട്ടിൻകുട്ടി ചമയുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? നിഷ്കളങ്കത ഭാവിക്കുക. ശരിയായ പദമേത്? കൃത്യനിഷ്ഠ. ദി ഡ്രൈവർ വാസ് കോൾഡ് ടു അക്കൗണ്ട് ഫോർ ദി ആക്സിഡന്റ് എന്ന വാക്യത്തിന്റെ മലയാള പരിഭാഷ ഏതാണ്? അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഹാൻസം ഈസ് ദാറ്റ് ഹാൻസം ഡസ് എന്ന ശൈലിയുടെ അർത്ഥം സൗന്ദര്യം പ്രവൃത്തിയിലാണ്. കവി എന്ന പദത്തിന്റെ എതിർലിംഗം കവയിത്രി. താങ്കൾ അവിടെ പോകണം. അടിവരയിട്ട പദം ഏതുതരം പ്രകാരത്തിന് ഉദാഹരണമാണ്? വിധായക പ്രകാരം. ചിഹ്നം തിരിച്ചറിയുക. വിക്ഷേപണി. മോഹം എന്ന പദത്തിന്റെ തദ്ഭവം ഏത്? മോകം. കായ്കനികൾ എന്ന പദം ഏത് സമാസത്തിന് ഉദാഹരണമാണ്? ദ്വന്ദ്വസമാസം. ശരിയായ വാക്യമേത്? നല്ല ഇനം ഇറച്ചിക്കോഴികളെ വിൽക്കും. ഏതു വസ്തുവിനാണോ ഉപമിക്കുന്നത് അത് ഉപമേയം. ലഭിക്കാൻ പ്രയാസമുള്ളത് ഒറ്റപ്പദം ഏതാണ്? ദുർലഭം. കാമ്യം എന്ന പദത്തിന്റെ വിപരീത പദം നിഷ്കാമ്യം. പകുതി എന്നർത്ഥമുള്ള പദം അർദ്ധം. പുട്ട് ഓഫ് എന്ന ശൈലിയുടെ പരിഭാഷ നീട്ടിവെക്കുക. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എസ്.കെ. പൊറ്റക്കാട്. 2018 വയലാർ അവാർഡ് ജേതാവ് ഇ.വി. രാമകൃഷ്ണൻ. തണ്ടാർ എന്ന പദം പിരിച്ചാൽ തൺ പ്ലസ് താർ. ശരിയായ പദം ജാള്യം. വ്യാകരണപരമായി ശരിയേത്? 1000 തേങ്ങ. തെറ്റില്ലാത്ത പ്രയോഗം മേൽപോട്ട് പോയി. പ്രമാദം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം തെറ്റ്. തപസ്സിരിക്കുക സമാസം ഏത്? കാരക തത്പുരുഷൻ. വിധായക പ്രകാരത്തിന് ഉദാഹരണം ഏത്? വരണം. കേവലക്രിയ ഏത്? നടക്കുക. ആകൃതി എന്നർത്ഥം വരുന്ന പദം ആകാരം. ഇലയുടെ പര്യായം അല്ലാത്ത പദം ബകുളം. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ഉണ്ണായി വാര്യർ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ.ആർ. രാജരാജവർമ്മ. ശക്തിയുടെ കവി എന്ന് വിശേഷണമുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ആരുടെ വരികളാണ്? കുഞ്ചൻ നമ്പ്യാർ. ആരാച്ചാർ എന്ന നോവൽ ആരുടേതാണ്? കെ.ആർ. മീര. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തോട്ടിയുടെ മകൻ.